ടു മൈ വെന്യൂ. അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജെറ്റ് ബ്ലാക്ക് കളറിലോട്ട് ഇതുപോലെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഫാബ്രിക് വന്നിട്ട് പ്യുവർ ചിനോൺ ഫാബ്രിക് ആണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇപ്പം ഇതിലാണ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഡ്രൈ വാഷ് ചെയ്യണം. അതല്ല നമ്മൾ പ്യുവർ ജോർജറ്റിൽ നോർമൽ ജോർജറ്റിലോട്ടും ചെയ്യുന്നുണ്ട്. അപ്പം പ്യുവർ ചിനോൺ ഈ ഒരു ഫാബ്രിക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ വാഷ് ചെയ്യണം കേട്ടോ. കാരണം ഇതിനകത്ത് ഇപ്പോൾ ചെയ്തേക്കുന്നത് ഈ ഒരു ഫാബ്രിക് ആണ്, ഭയങ്കര സ്മൂത്ത് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് നമ്മൾ ചെയ്തേക്കുന്നത് നല്ല ഈ ജെറ്റ് ബ്ലാക്ക് തന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അതുപോലെ ഇത് എന്താ പറയുക, ഇതിനകത്തോട്ട് ആ ഒരു പിങ്കും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഡിസൈൻ വരും, അടിപൊളിയാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ രണ്ട് സൈഡിലും ഇൻവേർട്ടഡ് പ്ലീറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മുമ്പ് ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഇതിപ്പോൾ റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന്റെ സൈഡിലോട്ട് ഇത് കണ്ടോ, ഈ ഇൻവേർട്ടഡ് പ്ലീറ്റിന്റെ ഇടയിൽ നമ്മൾ കൊടുത്തേക്കുന്നതും പ്യുവർ ഫാബ്രിക് ആണ്. അത് ഫുള്ളി ആ ഒരു ത്രെഡ് വർക്ക് അതിനകത്തോട്ട് ഹൈലൈറ്റ് ചെയ്ത് നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ വർക്ക് സീക്വൻസും നല്ല മൾട്ടി കളർ വരുന്ന ഒരു ഫാബ്രിക് ആണ്. ബ്ലാക്കും റെഡ്, ഒരു ഓറഞ്ചും ഒരു പിങ്കും കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിന്റെ നെക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതുപോലെ സ്കാൽപ്പ് വർക്ക് ആണ് ചെയ്തേക്കുന്നത്. ഇതുപോലെ കണ്ടോ, നെക്കിലോട്ട് ആ ഒരു ഫാബ്രിക് തന്നെ യൂസ് ചെയ്തിട്ട് ഒരു സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മിഡിലിൽ കൊടുത്തേക്കുന്ന ഫാബ്രിക് തന്നെ യൂസ് ചെയ്തിട്ട് ഒരു സ്കാലപ്പും കൊടുത്തിട്ടുണ്ട്. നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള വീനൊക്കെ കൊടുത്തിട്ട് ആണ് ചെയ്തേക്കുന്നത്. പിന്നെ എൻഡിലോട്ട് ആ ഒരു കളറിന് മാച്ച് ആയിട്ട് വരുന്ന ഒരു ലേസും നമ്മളൊരു കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോഷ് എന്താ പറയാ, ഒരു സ്കാൽപ്പിന്റെ എൻഡ് വരുന്ന ഒരു ലേസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണിത്. അപ്പൊ നമ്മൾ ഇത് ജോർജറ്റിലോട്ടും ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ നോർമൽ വാഷ് പോസിബിൾ ആണ്. പിന്നെ ഈ മിഡിൽ പോർഷനിലുള്ള അതും നമ്മൾ ഡ്രൈ വാഷ് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പൊ നോർമൽ ജോർജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വാഷബിൾ ആയിട്ടുള്ള ജോർജറ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഈ മിഡിൽ പോർഷനിലെ ഫാബ്രിക് നമ്മൾ പ്യുവർ ആയതുകൊണ്ട് അപ്പൊ എന്തായാലും ഡ്രൈ വാഷ് വേണ്ടി വരും. അപ്പം ഇത് ചിനോൺ ഫാബ്രിക് ഫുൾ ഇത് യൂസ് ചെയ്തേക്കുന്ന ജോർജറ്റിലോട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 9495402891. പിന്നെ നോർമൽ ലെങ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രോക്ക് പോലെ വെയർ ചെയ്യാം. എല്ലാവരുടെയും കയ്യിലുള്ള ബ്ലാക്ക് ബോട്ടം വെച്ചിട്ട് വെയർ ചെയ്യാം. അപ്പം ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. ലിമിറ്റഡ് മെറ്റീരിയലേ ഉള്ളൂ, കാരണം നമുക്ക് ഈ യൂസ് ചെയ്തേക്കുന്ന ഫാബ്രിക് നമുക്ക് ലിമിറ്റഡേ ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയും ഒരു 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടേ ഡിസ്പാച്ച് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ ബുക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇതുപോലെ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് നല്ല ഭയങ്കര ഹെവി വർക്കായിട്ടുള്ള ഒരു ഡിസൈൻ ഫാബ്രിക് ആണ് നമ്മൾ താഴോട്ട് കൊടുത്തേക്കുന്നത്. അതിന്റെ ഞാനൊരു ക്ലോസ് പിക്ക് ഒക്കെ അയച്ചുതരാം. കാരണം അതിനകത്ത് ആ നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി ആണ് അതിന് താഴേക്ക് കൊടുത്തേക്കുന്നത്. അതുപോലെ സ്ലീവിലോട്ട് ഇതേപോലെ ഹാൻഡ് വർക്കിന് തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈനർ ഫാബ്രിക്കും സ്ലീവിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഈ പ്ലീറ്റ്സ് ഇട്ടേക്കണുണ്ട്, ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഇതിന്റെ വർക്ക് കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയാണ്. ആ ഒരു വർക്ക് ഇതിനകത്തോട്ട് കൊടുത്തിട്ട് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് ഇതിലത് ചെയ്തിട്ടുണ്ട്. ലെങ്ത് 49 ഉണ്ട്. അപ്പം പ്യുവർ ഫാബ്രിക് ആണ്, അല്ലാതെ നമുക്ക് നോർമൽ